ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയ പരമ്പര ഇനിയാണ് കേട്ടോ കഥയിലേക്ക് കടക്കാൻ പോകുന്നത്. കാവേരിയുടെയും ഗംഗയുടെയും നിളയുടെയും യമുനയുടെയും കഥയിലേക്ക് ഇനിയാണ് യാത്ര തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ അരവിന്ദന്റെ സ്നേഹത്തണലിൽ ജീവിച്ചിരുന്ന അവർക്ക് ആ വലിയ തണല് തന്നെയാണ് ഇന്ന് ഇല്ലാതായിരിക്കുന്നത്. അച്ഛനെന്ന നന്മ അവരെ വിട്ടകന്നിരിക്കുകയാണ്. ഇനി ആ 4 സഹോദരിമാരുടെ അതിജീവനത്തിന്റെ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. ഒപ്പം അവരുടെ പാവം ശാരദാമ്മയുടെ കഥയും. അപ്പം അവരുടെ അച്ഛൻ മരിച്ചു. അത് താങ്ങാനാവാതെ ആ കുടുംബം ആകെ തകർന്ന് തരിപ്പണമാകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. എങ്ങനെ ആ തകർച്ചയിൽ നിന്ന് ഈ കുടുംബം ഉയർന്നു വരും എന്നതാണ് കേട്ടോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. അച്ഛൻ്റെ സ്നേഹത്തണലിൽ ജീവിച്ച ആ പെൺമക്കൾക്ക് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും നമ്മുടെ കാവേരി തൻ്റെ സഹോദരിമാരെ കൈവിടാതെ അമ്മയും ചേർത്ത് മുന്നോട്ട് പോകുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയും. സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് കേട്ടോ നമ്മുടെ കാവേരി. ആ ചിരിച്ച് കളിച്ച് നടക്കുന്ന കാവേരിക്കുള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് എന്തിനേയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയുണ്ട്. അത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. എന്തായാലും ജയപാലന്റെ പ്രവർത്തികളിലും എല്ലാം ആദ്യം തന്നെ സംശയം തോന്നുന്നതും നമ്മുടെ കാവേരിക്ക് തന്നെയാണ്. പക്ഷെ ശാരദ, പാവ അരവിന്ദന്റെ ഭാര്യയായ ശാരദയ്ക്ക് ജയപാലനെ നമ്മുടെ കാവേരി സംശയിക്കുമ്പം അവളെ വഴക്ക് പറയാണ് ചെയ്യുന്നത്. ജയപാലേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാവേരിനെ വഴക്ക് പറഞ്ഞ ജയപാലന്റെ സംശയത്തിൽ നിന്ന് മാറ്റാനൊക്കെ നോക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഈ മരണവാർത്ത നമ്മുടെ ഗംഗയും ഒരുപാട് തളർത്താണ് കേട്ടോ. അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും പിച്ച് ചീന്തി എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട എന്നും പറഞ്ഞ് എൻ്റെ അച്ഛനെ മടക്കിത്താ എന്നും പറഞ്ഞ് ഒരു പ്രാന്തിയെ പോലെ പൊട്ടിക്കരയുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഗംഗയുടെ ഈ അവസ്ഥ കാണുമ്പം വിനീതിന് ഒരുപാട് സങ്കടമാവുകയാണ്. താൻ സ്നേഹിച്ച പെൺകുട്ടി നല്ല നിലയിൽ ജീവിക്കണമെന്ന് തന്നെയാണല്ലോ വിനീതും ആഗ്രഹിച്ചത്. അപ്പോൾ വിനീതാണെങ്കിൽ ഈ അരവിന്ദൻ്റെ മൃതദേഹമായിട്ട് മടങ്ങി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നേരെ പോകുന്നത് സുജാതയുടെ അടുത്തേക്കാണ്. സുജാത അരവിന്ദന്റെ മരണവാർത്തയൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം വിനീതന്റെ കാണുമ്പോൾ തന്നെ ചോദിക്കും, എടാ നീ എവിടെ പോയിട്ട് വന്നതാ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, വീണ്ടും നീ എൻ്റെ ആങ്ങളാന്ന് പറയുന്ന അയാളുടെ കുടുംബത്തേക്ക് കയറിപ്പോയല്ലേ? അവളെ ഗംഗയുടെ നിശ്ചയം നടക്കുമല്ലേ? നീ അവിടെ പോയി അടിമപ്പണി ചെയ്ത് കാണും. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞടാ ആ കുടുംബമായിട്ട് നമുക്കിനി ഒരു ബന്ധവും വേണ്ടത്, വീണ്ടും വീണ്ടും അങ്ങോട്ട് വലിഞ്ഞു കയറി പോകാനായിട്ട് നിനക്ക് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സുജാത കാര്യം അറിയാതെ വിനീതനോട് ദേഷ്യപ്പെടും. അപ്പോൾ വിനീത് കരയുവാ, അമ്മയൊന്നും മിണ്ടാതിരിക്കുക, ഇനി അമ്മാവനില്ലമ്മേ എന്നൊക്കെ പറയാ. നീ എന്തൊക്കെയാ പറയുന്നേ? അരവിന്ദേട്ടൻ ഇല്ലെന്നോ? അരവിന്ദേട്ടൻ ആ വീട്ടിലുണ്ടല്ലോ, എന്നിട്ട് നീ എന്ത് വർത്തമാനം ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ സുജാത മകനെ വഴക്ക് പറയും. അമ്മാവൻ മരിച്ചമ്മേ എന്നും പറഞ്ഞ് വിനീത് അപ്പം സുജാതയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയും. അത് കേൾക്കുമ്പോൾ സുജാതയ്ക്കും താങ്ങാൻ സാധിക്കില്ല. നീ എന്തൊക്കെ വിഡിത്തമാടാ ഈ പറയുന്നത്? എൻ്റെ അരവിന്ദേട്ടൻ എന്തു പറ്റിയെന്നാ നീ പറയുന്നേ എന്നും ചോദിച്ച് സുജാതയും കരയും കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ വിനീത് പറയും, അമ്മാവന് ഇന്ന് അറ്റാക്കായിരുന്നു, രാവിലെ മരിച്ചു കിടക്കുമായിരുന്നു, അമ്മ അങ്ങോട്ട് വാ എന്നും പറഞ്ഞ് സുജാതയും കൂട്ടിക്കൊണ്ട് പോവാം. അപ്പം തൻ്റെ ആങ്ങളുടെ മരണം സുജാതയെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം നേരെ സ്നേഹതീരത്തേക്ക് ചെല്ലുക. അവിടെ വന്ന് സുജാതയെ ആകെ കരഞ്ഞ് വിളിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും സുജാതയ്ക്ക് ആകെ ഉള്ളൊരു കൂടപ്പിറപ്പാണ് അരവിന്ദൻ. അപ്പം പൊട്ടിക്കരയാണ് കേട്ടോ. നമ്മുടെ ഗംഗയുടെ നിശ്ചയം കൂടാനായിട്ട് വന്ന ചെറുക്കൻ വീട്ടുകാരെല്ലാം മരണ വീട്ടിലേക്കാണ് കേട്ടോ കയറി വരുന്നത്. അവരുടെ ഈ അവസ്ഥ കാണുമ്പം അവർക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അപ്പം ഈ ചെറുക്കൻ കൂട്ടരെ എല്ലാം കാണുമ്പോഴത്തേക്കും വീണ്ടും സുജാത അവിടെ കിടന്ന് കാറ് ബഹളം വെക്കുക. എൻ്റെ ആങ്ങളുടെ കൊലക്കയറുമായിട്ടാണല്ലോ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അവർക്കും എന്തോ പോലെ ആവുകയാണ്. എന്തൊക്കെയായാലും ചടങ്ങുകൾക്കൊക്കെ ശേഷം ചെറുക്കൻ്റെ വീട്ടുകാർ പറയാണ്, നിങ്ങളുടെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട്, പക്ഷേ ഇനി ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് ഗംഗയായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് അവർ പിന്തിരിയുവാണ് കേട്ടോ. അപ്പം എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുന്ന ഗംഗയ്ക്ക് ചെറുക്കൻ്റെ ഈ പിന്മാറ്റമൊന്നും അവളെ ബാധിക്കുന്നു പോലുമില്ല. കാരണം അവളുടെ ജീവിതത്തിലെ അതിലും വലിയ നഷ്ടമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ തണലിൽ ആ സ്നേഹത്തിൽ വളർന്ന ആ പെൺമക്കൾക്ക് അച്ഛൻ്റെ നഷ്ടത്തോളം വലുതായിട്ട് ഇനി ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കാനില്ല. അതുകൊണ്ട് നിർവികാരതയോടുകൂടി തന്നെയാണ് ഗംഗ അതൊക്കെ തരണം ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ കാവേരിക്ക് സംശയം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണത്തിൽ നമ്മുടെ കാവേരി ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം അച്ഛൻ അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള ഒരു സാധ്യത അവൾ കാണുന്നില്ല. അച്ഛൻ ആരോഗ്യപരമായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ ഇന്നലെ വന്നപ്പോൾ തൊട്ട് അച്ഛൻ്റെ ഭാവമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ മാറ്റമുള്ളതായിട്ട് കാവേരിയും ചിന്തിച്ചെടുക്കുകയാണ്. അച്ഛനെ ആരോ ചതിച്ചോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ കാവേരിയുടെ മനസ്സിലോട്ട് കടന്നു പോവുകയാണ്. എന്തായാലും ശാരദേനെയും അതുപോലെ തന്നെ ബാക്കി സഹോദരന്മാരെയും ഇങ്ങനെ തളർന്നിരിക്കാതെ അവരെല്ലാം മുന്നോട്ട് ജീവിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കാവേരി തന്നെയാണ് കേട്ടോ പ്രയത്നിക്കുന്നത്. ഇനിയും ഇങ്ങനെ
അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ കുടുംബം തന്നെ നഷ്ടപ്പെടുമെന്നൊരു ചിന്ത കാവേരിക്ക് വരികയാണ്. എല്ലാവരോടും അവൾ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ കരഞ്ഞ് വിളിച്ചിരിക്കാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനല്ലേ പറ്റുള്ളൂ. നമ്മളിങ്ങനെ കരയുന്ന കണ്ട നമ്മുടെ അച്ഛൻ്റെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കില്ല എന്ന് ഗംഗയുടെയൊക്കെ എടുത്ത് എന്ന് കാവേരി പറയും. അപ്പോഴത്തേക്കും കാവേരി പറയും, എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ചു താ കാവേരി എന്നും പറഞ്ഞ് കാവേരിനെ കുലുക്കി കരയൂട്ടോ. ചേച്ചിയായി വീട്ടിലെ മൂത്തയാള്, എല്ലാവരുടെ സങ്കടം ചേച്ചി വേണ്ടേ മാറ്റാനായിട്ട്, സ്ട്രോങ് ആയിട്ട് ചേച്ചി നിൽക്കണ്ടേ, ചേച്ചി കൂടി തളർന്നു പോയാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും, അമ്മേനെയും അനിയത്തിമാരെയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം ചേച്ചിക്കില്ലേ എന്നൊക്കെ കാവേരി അവൾ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാൻ നോക്കുവാണ്. എനിക്കൊന്നും അറിയില്ല മോളെ, എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. നമ്മൾ അച്ഛന് പെട്ടെന്ന് എന്താ സംഭവിച്ചത്, ഇന്നലെ വരെ എത്ര സന്തോഷത്തോടെ അച്ഛൻ കഴിഞ്ഞത്, ഇന്നലെ അച്ഛൻ നമുക്ക് അവസാനമായിട്ട് തരുന്ന ആഹാരമായി പോയല്ലോ അത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കരയാണ് കേട്ടോ. അപ്പം എല്ലാവരുടെയും അവസ്ഥ കാണുമ്പോൾ നമ്മുടെ കാവേരിക്ക് ഒരുപാട് സങ്കടം വരികയാണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ സുജാത അടുക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. അവളുടെ വിചാരം എല്ലാ കുറ്റങ്ങളും നാത്തൂനും മക്കളും കൂടി കാരണമാണ് തൻ്റെ ആങ്ങളൊക്കെ ഇങ്ങനൊരു അവസ്ഥ വന്നതും ആണെന്നാണ് കേട്ടോ. അപ്പം അമ്മയോടും പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല. എൻ്റെ അരവിന്ദേട്ടൻ എന്തായാലും മരിച്ചു, ഇനി ഈ വീട്ടിലോ ഇവിടെ ഉള്ളവരുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാം, അതോ എൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ മറ്റൊരു ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ഇനി ഞാൻ ഈ പടി കയറില്ല എന്ന് പറഞ്ഞാണ് കേട്ടോ സുജാത ഇറങ്ങിപ്പോകുന്നത്. ഇതൊന്നും ശാരദേനെയോ മക്കളെ ഒന്നും ഒരു രീതിയിലും ബാധിക്കുന്നില്ല. കാരണം അവരൊന്നും ഈ ലോകത്ത് പോലും അല്ല കേട്ടോ. തൻ്റെ അമ്മയും സഹോദരിമാരെയും കാവേരി ഒരു വിധത്തിൽ നേരെയാക്കി യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ. അങ്ങനെ അവർ വീണ്ടും എങ്ങനെയെങ്കിലും ജീവിച്ചു തുടങ്ങാം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് കൂനുമേ കുരു എന്നത് പറഞ്ഞ പോലെ അവരുടെ വീടിൻ്റെ മേലും ജപ്തി നോട്ടീസ് വരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് ആ കുടുംബം. കാരണം ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി അവർ കേട്ടിട്ട് പോലുമില്ല. വീട് പണയം വെച്ച് കാശെടുക്കേണ്ട ഒന്നും യാതൊരു അവസ്ഥയും നമ്മുടെ അരവിന്ദിന് തൽക്കാലം ഇല്ല. അപ്പം ശാരദ അതിനെപ്പറ്റിയും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആൾ മാറിയതൊന്നും അല്ലല്ലോ അല്ലേ എന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിക്കുമ്പോൾ, അല്ല, ഈ വീടിൻ്റെ പേര് തന്നെയാണ് ലോൺ എടുത്തിട്ടുള്ളത്. അരവിന്ദൻ അദ്ദേഹം മരിച്ചുപോയ സ്ഥിതിക്ക് ഇനിയിപ്പം ഞങ്ങൾക്ക് ഇത് ജപ്തി ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് നിങ്ങൾ ഈ ഇത്ര ദിവസത്തിനുള്ളിൽ അടയ്ക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ പറയണം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കാവേരിക്ക് സംശയം തോന്നുക, ജയപാലൻ ഞങ്ങൾ അറിയാതെ ഒരു കാര്യങ്ങളും ഇങ്ങനെ നടക്കാൻ പോകുന്നില്ല. അച്ഛൻ്റെ മരണത്തിൻ്റെ അന്നും ഇവിടെ വന്ന് അങ്ങേര് അഭിനയിച്ചു കൂട്ടിയത് തന്നെയാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത ആദ്യമായിട്ട് കാവേരിയുടെ ഉള്ളിൽ വരിക. കാരണം അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് ജയപാലങ്കിള, കാശ് അയച്ചു കൊടുത്തിരുന്നതും ഞങ്ങൾക്ക് വേണ്ട ചെലവിനുള്ള കാശ് തന്നിരുന്നതും ഒക്കെ ജയപാലങ്കിള. അങ്ങനെ ആവുമ്പം അങ്കിളിൻ്റെ ഭാഗത്തു നിന്ന് എന്തോ ഒരു ചതി സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ കാവേരിക്ക് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി നേരെ ജയപാലൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അയാളുടെ ഭാര്യയും അയാളും അവിടെ ഉണ്ട് കേട്ടോ. അവരുടെ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ തിരക്കാണ്. അപ്പോൾ ജയപാല് പറയും, നിന്റെ അച്ഛൻ അരവിന്ദിന് പോലും എന്നെ ഒരു കാര്യത്തിൽ സംശയം തോന്നിയിട്ടില്ല. അവൻ എനിക്ക് അയച്ചു തന്ന കാശുകളെല്ലാം കറക്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിട്ടുമുണ്ട്. ബാക്കിയുള്ളത് ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ ഇട്ടിട്ടുണ്ട്. ആ കാശെടുത്ത തോട്ടം അവൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കാവേരി ചോദിക്കും, ആ തോട്ടം ഇനിയിപ്പോൾ ഞങ്ങൾ മേടിക്കുന്നില്ലെങ്കിലേ ആ കൊടുത്ത കാശ് മടക്കി തരാൻ എന്തെങ്കിലും വഴി കാണുമല്ലോ എന്ന് പറയുമ്പം പെട്ടെന്ന് ജയപാലൻ കിടന്ന് ഉരുണ്ട് കളിക്കും കേട്ടോ. എന്നിട്ട് പറയും, അത് പിന്നെ നിങ്ങൾ തോട്ടം മേടിക്കാനിരുന്ന ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഇപ്പോൾ കോമ സ്റ്റേജിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ കാശ് തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യത്തിലൊക്കെ സംശയം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കാവേരിക്ക് നല്ല സംശയം തോന്നും. അപ്പോൾ കാവേരി ചോദിക്കും, അങ്കിളിൻ്റെ കൈ ഇതിനൊന്നും ഇല്ലെന്ന് തന്നെയാണ് ഈ നിമിഷം വരെ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്കിളിൻ്റെ ഓരോ പെരുമാറ്റത്തിലും എൻ്റെ അച്ഛൻ്റെ ഈ പടുമരണത്തിന് കാരണം അങ്കിളും കൂടി ആണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. ഞങ്ങളുടെ അച്ഛന് ഈ പറഞ്ഞത്ര ബാധ്യതകളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അങ്കിള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. അങ്കിൾ അറിയാതെ ഇങ്ങനൊരു തിരിമറി സംഭവിക്കാനും പോകുന്നില്ല. ഈ ലോൺ എടുത്ത കാര്യമൊക്കെ അങ്കിൾ എന്തായാലും അറിഞ്ഞിരിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങളുടെ അച്ഛൻ എന്തായാലും ഇങ്ങനൊരു ലോൺ എടുക്കത്തുമില്ല. അങ്ങനെ ഉണ്ടെ തന്നെ അത് അമ്മയോട് ഞങ്ങളോട് പറഞ്ഞിരിക്കും എന്ന് പറയുമ്പോൾ ജയപാലൻ ചോദിക്കും, കാവേരിക്ക് എന്നെ സംശയമാണോ? ഞാൻ അവൻ പറയുന്നത് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരു കാര്യങ്ങളും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തിട്ടില്ല. അവന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പം വീടിൻ്റെ പേര് ലോൺ എടുത്തത് അവനോട് പറഞ്ഞിട്ടാ. അവൻ്റെ ഒപ്പിടാതെ എനിക്ക് എന്തായാലും ഭാഗ്യം ലോൺ കിട്ടത്തില്ലല്ലോ എന്ന് ജയപാലൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ജയപാലൻ്റെ പെരുമാറ്റത്തിലൊക്കെ നമ്മുടെ കാവേരിക്ക് നല്ല ദേഷ്യം വരികയാണ്. അപ്പോൾ കാവേരി ആണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യപ്പെടാണ് അയാളോട്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ എന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നത് കേട്ടോ. കാവേരി പോയി കഴിയുമ്പോഴത്തേക്കും ജയപാലൻ്റെ ഭാര്യ ചോദിക്കും, അവർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ജയപാലേട്ടാ? നിങ്ങൾ അങ്ങനെ ഒരു ചതി ചെയ്യുമോ? അരവിന്ദേട്ടനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കടത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ആ മനുഷ്യൻ അനാവശ്യമായിട്ട് ദൂർത്തടിക്കുന്ന ഒരാളും അല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. എനിക്ക് എന്താണേലും ചെയ്യാൻ അറിയാം. നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം മാത്രമേ എനിക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ
എന്ത് പ്രവൃത്തിയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ അയാൾ. തൻ്റെ ഭർത്താവിൻ്റെ ഇങ്ങനൊരു മുഖം കാണാത്ത ആ ഭാര്യയും ഞെട്ടി നിൽക്കുകയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നെ ജയപാലൻ തന്നെയാണെന്നുള്ള ബോധ്യം അവരുടെ ഭാര്യയ്ക്ക് വരികയാണ് കേട്ടോ. എന്തായാലും വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊന്നും പറയാനാകാതെ നമ്മുടെ കാവേരി ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം അമ്മയോട് തുറന്നു പറഞ്ഞാലോ എന്ന് ചിന്തിക്കുക. അപ്പോൾ കാവേരി ജയപാലനെ പറ്റി തോന്നിയ സംശയമൊക്കെ ശാരദയോട് പറയും. അപ്പോൾ ശാരദ അത് കേൾക്കുമ്പോൾ പറയും, ദേ കാവേരി, നീ ഒരിക്കലും ജയപാലേട്ടനെ ഇങ്ങനെ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ നിർത്താൻ പാടില്ല. നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. അച്ഛൻ ഇവിടെ ഇല്ലാത്ത കാലത്ത് നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്നതും ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടതും ഒക്കെ ജയപാലേട്ടനാ. അച്ഛന് സ്വന്തം കൂടപ്പറപ്പിനേക്കാളും സ്നേഹമാണ് ജയപാലനോട്. അങ്ങനെയുള്ളപ്പം നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. നിന്റെ ഈ സംശയദൃഷ്ടിയും വെച്ചിട്ട് വേറെ ആരോടും ഇതിനെപ്പറ്റി പറയാനും പാടില്ല. എനിക്ക് വിശ്വാസമാണ് ജയപാലേട്ടനെ. ജയപാലേട്ടൻ ഒരിക്കലും ഇങ്ങനൊരു ചതി ചെയ്യത്തില്ല. അച്ഛന് സാമ്പത്തിക പ്രശ്നം എന്തെങ്കിലും വന്നപ്പം ജയപാലേട്ടനെ കൊണ്ട് പണയം വെപ്പിച്ചതാവാനേ സാധ്യതയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോഴത്തേക്കും ബാങ്കുകാരിൽ അടുത്ത നടപടികളുമായിട്ട് അവർ മുന്നോട്ട് വരിക. വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് തന്നെ പറയണേ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കാവേരിക്കും കൂട്ടുകാർക്കും ഭയങ്കര സങ്കടം വരും. അപ്പോൾ ശാരദ ചോദിക്കും, നമ്മൾ എങ്ങോട്ട് പോലും പോകും മോളെ, ഒരു സാമ്പത്തികമായിട്ട് 10 പൈസ നമ്മുടെ കയ്യിൽ എടുക്കാനും ഇല്ല, നമ്മളെ സഹായിക്കാനും ആരുമില്ല. സുജാത ചേച്ചിയൊക്കെ ആണെങ്കിലും ഈ സമയത്ത് നമ്മളോട് ദേഷ്യം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം കാവേരി പറയും, എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി കൊടുത്തല്ലേ അമ്മയെ പറ്റൂ, നമുക്ക് തൽക്കാലം ഒരു വാടക വീട് എവിടെയെങ്കിലും സംഘടിപ്പിച്ചെടുക്കാം, അതിനുശേഷം അങ്ങോട്ട് മാറാം, ഈ വീടിന് മേലുള്ള നൂലാമാലകളൊക്കെ നമുക്ക് ശരിയാക്കാം അമ്മ എന്ന് പറയാണ് കേട്ടോ. എന്തായാലും കാവേരി ആകെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ വിനീത് അവരുടെ വീട്ടിലേക്ക് ചെല്ലുക. അതിൽ വിനീത് പറയും, നിങ്ങൾ ആരും ഇല്ലാത്തവരൊന്നുമല്ല, ഈ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് എന്ത് ആപത്ത് വന്നാലും നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടാവും. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോരാം, അവിടെ ഇവിടുത്തെ അത്ര സൗകര്യമൊന്നും കാണില്ല, എങ്കിലും ഒരു കൊച്ചു വീട്ടിൽ നിങ്ങൾക്ക് അഭയം കിട്ടും എന്ന് പറഞ്ഞ് വിനീത് അവരെയും കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ പെട്ടെന്ന് കാവേരി ശാരദയ്ക്ക് പറയും, വേണ്ട വിനീതേട്ടാ, ഞങ്ങൾ അങ്ങോട്ട് വന്നാലും അപ്പച്ചിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, വെറുതെ വിനീതേട്ടനും കൂടി ദേഷ്യമാകുകയുള്ളൂ, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾക്ക് വിനീതേട്ടൻ ഒരു വാടക വീട് സംഘടിപ്പിച്ച് തന്നാൽ മതി എന്ന് വിനീത് പറയാം. അപ്പം പറയും, നിങ്ങൾ ഒരു വാടക വീട്ടിൽ എങ്ങനെ താമസിക്കാനാ, ഈ പെൺകുട്ടികളുമായിട്ട് അമ്മായി എങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ, എൻ്റെ വീട്ടിലേക്ക് പോരാം, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയണേ. അപ്പോൾ എല്ലാവർക്കും എതിർപ്പാണെങ്കിലും മുത്തശ്ശിയും കൂടി പറയും, നമുക്ക് അവളുടെ അടുത്തേക്ക് തന്നെ പോകാം, ഒന്നുമല്ലേലും അവളുടെ ആങ്ങളുടെ കുടുംബവും മക്കളും അല്ലേ, അവൾ അങ്ങനെ കൈവിടില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി സുജാതയുടെ വീട്ടിലേക്ക് ചെല്ലൂട്ടോ. പക്ഷേ സുജാതയുടെ ഭാഗത്തു നിന്നും ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നേ. ഇവരെ ഈ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ലെന്ന് തന്നെ സുജാത ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ വിനീത് പറയും, അമ്മ അവർക്കൊരു അഭയം ഇല്ലാഞ്ഞിട്ടല്ലേ, എന്ത് അഭയം, കാശും പത്രാസും ഒക്കെ ഉണ്ടപ്പം എന്ത് അഹങ്കാരമായിരുന്നു, നിന്നോ എന്നെയൊന്നും ഇവരുടെ കണ്ണിന് പിടിക്കത്തില്ലായിരുന്നല്ലോ, ഈ ഗംഗയ്ക്ക് വേണ്ടി കൊമ്പത്തെ ആലോചന കൊണ്ടുവന്നതല്ലേ, അതെല്ലാം മുടങ്ങിപ്പോയി, എൻ്റെ ആങ്ങളെ മരിച്ചും പോയി, ഇനി എന്തിൻ്റെ ബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ ഇവരെ ഇങ്ങോട്ട് കയറ്റുന്നത്, അമ്മയ്ക്ക് മാത്രം എൻ്റെ കൂടെ നിൽക്കാം, ബാക്കി ആരെ ഞാൻ എൻ്റെ വീട്ടിനകത്ത് കയറ്റില്ല, ഇവരൊക്കെ അത്ര വിഷങ്ങളാ, ഇനി ഒരു അവസരം വരുമ്പോൾ നിന്നെ ഇവർ പിന്നിൽ നിന്ന് കുത്തും, നീ ഇപ്പം സഹായിച്ച് വീണ്ടും ഇവരുടെ പിന്നാലെ നടന്നു, പക്ഷേ ഇവരുടെ സാഹചര്യം മാറുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും, നിനക്ക് പഠിച്ചതെന്നൊന്നും നിനക്ക് മനസ്സിലായില്ലേ വിനീത് എന്നും പറഞ്ഞ് സുജാത ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ശാരദ പറയും, ഞങ്ങൾക്കും ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നില്ല, മരിക്കുന്നിടം വരെ എൻ്റെ അരവിന്ദേട്ടന് നിന്നോട് സ്നേഹമേ ഉണ്ടായിരുന്നുള്ളൂ സുജാതെ, വിനീതിനെ ഞങ്ങൾ ആരും മനഃപൂർവ്വം തഴഞ്ഞിട്ടില്ല, ഗംഗയ്ക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പം വേറെ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോയി, ഞങ്ങളെല്ലാവരും അവളോട് പറഞ്ഞതു അവക്കല്ലേ ജീവിക്കേണ്ടത്, അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ അച്ഛനമ്മയെന്ന നിലയിൽ ഞങ്ങൾ ഒരിക്കലും തളച്ചിടാനും പോകുന്നില്ല, അതല്ലേ അവിടെ ചെയ്തുള്ളൂ എന്നൊക്കെ ശാരദ ചോദിക്കുക. നിനക്ക് ഇത്രയ്ക്കും ദേഷ്യം ഞങ്ങളോടുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഈ വീട്ടിൽ കയറുന്നില്ല, ഞങ്ങൾ എങ്ങോട്ടേലും പൊയ്ക്കോളാം എന്നും പറഞ്ഞ് ശാരദ മക്കളെയും വിളിച്ച് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും വിനീത് പറയും, അമ്മ എന്തൊക്കെയായി പ്രവർത്തിക്കുന്നത്, അവരെ അങ്ങോട്ട് വിളിച്ച് അകത്ത് കയറ്റമ്മേ, അവർക്ക് പോകാനൊരു സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ അപ്പോഴത്തേക്കും കാവേരി പറയും, അപ്പച്ചി ഞങ്ങൾ ഇവിടെ അധിക ദിവസമൊന്നും നിൽക്കില്ല, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് ശരിയാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് മാറിക്കോളാം. എവിടെ വീട് ശരിയാവാൻ, അതിന് നിനക്കൊക്കെ വല്ല ജോലിയും കൂലിയും ഉണ്ടോ, മൂത്ത ഒരുത്തിക്ക് വിദ്യാഭ്യാസം പോലും ഇല്ല, പിന്നെ നിനക്കോ നീ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിന്റെ താഴെയുള്ള നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക, ശാരദയ്ക്ക് ഇന്ന് വരെ ഒരു ജോലി ചെയ്തിട്ട് ശീലവുമില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നാ നിങ്ങളുടെ നോക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ മോൻ്റെ തലയിലൊന്നും കൊണ്ടിടാനായിട്ട് സാധിക്കത്തില്ല, അവനൊരു കുടുംബമുണ്ട്, ഇനി അവനൊരു വിവാഹം കഴിക്കണം, എന്തായാലും നിങ്ങളുടെ ആരെയും ഈ കുടുംബത്തിലോട്ട് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. സുജാത അവർക്ക് അവിടെ അഭയം നിഷേധിക്കാട്ടോ. പിന്നെ വിനീതിൻ്റെയും മുത്തശ്ശിയുടെ നിർബന്ധം കാരണം സുജാത ഒരു വിധത്തിൽ അവരെ അവിടെ കയറ്റുക. പക്ഷെ അതിനുള്ള കുത്തുവാക്കുകളും അവർക്ക് കേൾക്കേണ്ടതായിട്ട് വരികയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ കാവേരി ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനായിട്ട് മുന്നിട്ട് ഇറങ്ങുകയാണ്. അപ്പം വേണ്ട സഹായമായിട്ട് വിനീതും നവീനും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ജയപാലിനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ കാവേരി നവീനെയും വിനീതിനെയും ഒക്കെ അറിയിക്കും. അപ്പം നവീന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നവീൻ്റെ സ്വന്തം അമ്മാവനാണല്ലോ ജയപാലൻ. അതുകൊണ്ട് തന്നെ അമ്മാവൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് കരുതുന്നേ
ഇല്ല കേട്ടോ. പക്ഷെ വിനീത് പറയും നിൻ്റെ കൂടെ എവിടെ വരാനും എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാവുമെന്ന ഉറപ്പ് കാവേരിക്ക് നൽകുകയാണ്. അങ്ങനെ അവൾ ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അവരുടെ ബാങ്കിൻ്റെ മേലോട്ട് കൊടുത്തിരിക്കുന്ന ഈ ലോണിൻ്റെ പ്രശ്നമൊക്കെ സോൾവ് ആക്കി അവൾ എടുക്കുകയാണ്. അത് കള്ള പേരിലെടുത്തതാണെന്നും അവളുടെ അച്ഛൻ നിരപരാധിയാണെന്നും ഒക്കെ മനസ്സിലാക്കി എടുക്കുകയാണ് കേട്ടോ. ജയപാലിന് തന്നെ കാശ് കൊടുക്കേണ്ടതായ അവസ്ഥയും നമ്മുടെ കാവേരി ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഒരു വിധത്തിൽ അവരുടെ നഷ്ടപ്പെട്ടു പോയ വീട് അവർ തിരിച്ചെടുക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ തകർന്നു പോയ ജീവിതത്തിൽ നിന്നും ഒരു വിധത്തിൽ കാവേരി തൻ്റെ കുടുംബത്തെ കൈപിടിച്ചുയർത്തും. കാവേരി മാത്രമല്ല, അവളുടെ സഹോദരിമാരും ഗംഗയും യമുനയും ഒക്കെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ നിലക്കുട്ടിക്ക് അച്ഛൻ്റെ ആ നഷ്ടം നികത്താനായിട്ട് സാധിക്കുന്നില്ല. അവൾക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിത്തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ അത് നിഷേധിക്കപ്പെടുക ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൾ ആകെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കാണുമ്പം ഒരു വിധത്തിൽ കാവേരിയും സഹോദരിമാരും കൂടി നിളയനെയും പഴയപടി ആക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയൂട്ടോ. ഇതിൻ്റെ കൂടെ നമ്മുടെ നരേൻ്റെ ചില പ്രവൃത്തികളും നമുക്ക് കാണാനായിട്ട് കഴിയൂട്ടോ. നമ്മുടെ കാവേരിയുടെയും സഹോദരിമാരുടെയും അതിജീവനം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്.